പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലം 2016 തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ 2011 പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ട് 1,34,087. 81.27% പോളിംഗ്. ഈ പോളിംഗ് ശതമാനം 81.27% പോളിംഗ് നടന്ന 2011 പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചത് മഞ്ഞളാംകുഴി അലിയാണ്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 9,589. മഞ്ഞളാംകുഴി അലി സ്വന്തമാക്കിയ വോട്ട് 69,730. മഞ്ഞളാംകുഴി അലിയെ കൂടാതെ 2011 പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച പ്രമുഖരെ കണക്കാക്കിയാൽ വി ശശികുമാർ CPIM 2011 സ്വന്തമാക്കിയ വോട്ട് 60,141. BJP 1,989 വോട്ടും SDPI 1,067 വോട്ടും 2011 പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ സ്വന്തമാക്കിയിരുന്നു. ഈ പ്രമുഖരുടെയൊക്കെ വോട്ടിംഗ് ശതമാനം 52% വോട്ടായിരുന്നു മഞ്ഞളാംകുഴി അലി പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും 2011 സ്വന്തമാക്കിയത്. CPIM 44.85% വോട്ട് സ്വന്തമാക്കിയപ്പോൾ 1.48% CK കുഞ്ഞുമുഹമ്മദിലൂടെ BJP സ്വന്തമാക്കിയത്. ന്റെ ഈ കണക്കുകളെ അടിസ്ഥാനമാക്കിയാണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലം അത് തയ്യാറെടുക്കുമ്പോൾ 2011 കണക്കുകളിൽ നിന്ന് 16 പ്രചരണ രംഗത്ത് എത്തുമ്പോൾ മണ്ഡലത്തിൽ നിന്നും KT സ്വാലിഹ്. മന്ത്രി മഞ്ഞളാംകുഴി അലി MLA ആയ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ പ്രധാന വികസന പദ്ധതികളൊന്നും എത്തിയില്ലെന്നും ഉള്ളത് പൂർത്തിയായില്ലെന്നുമാണ് പരാതി. എന്നാൽ എല്ലായിടത്തും നല്ല റോഡുകൾ, എല്ലാ സ്കൂളുകളിലും നല്ല കെട്ടിടം, ആരോഗ്യരംഗത്തും നല്ല മുന്നേറ്റം തുടങ്ങിയവയാണ് MLA ഉയർത്തിക്കാട്ടുന്ന നേട്ടങ്ങൾ. ഇത്തരം നേട്ടങ്ങളും അതിൻ്റെ വിമർശനാത്മകമായ വിലയിരുത്തലും വരുമ്പോൾ KT സ്വാലിഹ് കണ്ട മണ്ഡലത്തിലെ ദൃശ്യങ്ങളിലേക്ക്. പെരിന്തൽമണ്ണയിലുള്ളവർ സ്വപ്നം കണ്ട മുഴുവൻ വികസന പദ്ധതികളും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞെന്ന ആത്മവിശ്വാസത്തിലാണ് മണ്ഡലത്തിലെ പ്രതിനിധിയും മന്ത്രിയുമായ മഞ്ഞളാംകുഴി അലി. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ അവിടെയുള്ള ജനങ്ങൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കണ്ട എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നതാണ് വാസ്തവം. ഞങ്ങൾ നമ്മുടെ ഇലക്ഷൻ കാലത്ത് പറഞ്ഞതിൻ്റെ കാര്യങ്ങളും അതിനപ്പുറവും അവരാവശ്യപ്പെട്ടതും ആവശ്യപ്പെടാത്ത കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തു. വികസനത്തിൽ പ്രധാനം റോഡ്, പാലം, റെയിൽവേ മേൽപ്പാലം തുടങ്ങിയവ. മണ്ഡലത്തിൽ 5 വർഷത്തിനിടെ 5 പുതിയ പാലങ്ങൾ വന്നു. റെയിൽവേ മേൽപ്പാലം അവസാന ഘട്ടത്തിലെത്തി. എല്ലാ റോഡുകളും നന്നാക്കി, കുറേ എണ്ണം BMBC ചെയ്തു. അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തി. അവിടെ പുതിയ കെട്ടിടങ്ങൾ, കുറേയധികം കെട്ടിടങ്ങൾ അവിടെ വന്നു. അതുപോലെ തന്നെ ROB, പെരിന്തൽമണ്ണ മണ്ഡലത്തിൻ്റെ മങ്കട മണ്ഡലത്തിൻ്റെ ഇടയിലുള്ള ROB റെയിൽവേ ഓവർ ബ്രിഡ്ജ്, അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു പഴയ കാലത്ത്. അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ ഈ മാസം അവസാനം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ് പ്രതീക്ഷ. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പോരാത്തതാണ് ഈ മേൽപ്പാലമെന്നാണ് എതിരാളികൾ പറയുന്നത്. LDF സർക്കാർ കൊണ്ടുവന്ന പദ്ധതി രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിൽ രൂപം മാറ്റിയെന്ന് മുൻ MLA വി ശശികുമാർ പറയുന്നു. യഥാർത്ഥത്തിൽ പെരിന്തൽമണ്ണയിലെ ഗതാഗതക്കുരുക്കിൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണണമായിരുന്നെങ്കിൽ LDF ഗവൺമെൻറ് തുടങ്ങി വെച്ച ബൈപ്പാസോടുകൂടിയ ROB പൂർത്തിയാക്കണമായിരുന്നു. അത് രാഷ്ട്രീയ വിദ്വേഷത്തിൻ്റെ കാര്യത്തിൽ കാരണത്താൽ മാറ്റിവെച്ചതിനെ തുടർന്ന് ഇപ്പോൾ നടക്കുന്ന ROBയുടെ പ്രവർത്തനം വലിയ തോതിൽ നീണ്ടുപോയി. ജനങ്ങൾക്ക് വളരെ വലിയ ദുരിതം ഉണ്ടാക്കി. ആ പദ്ധതി വന്നാൽ തന്നെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ആവില്ല. വിദ്യാഭ്യാസ മേഖലയിലെ നാഴികക്കല്ലായിരുന്നു LDF സർക്കാർ പെരിന്തൽമണ്ണയിൽ കൊണ്ടുവന്ന അലിഗഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. ഭൂമി ഏറ്റെടുത്ത് നൽകിയതും 45 കോടി രൂപ അനുവദിച്ചതും ഇടതു സർക്കാരിൻ്റെ കാലത്തായിരുന്നു. ഭരണവും ജനപ്രതിനിധിയും മാറിയതോടെ ഇത് അനാഥമായി. അതിനുവേണ്ടി അന്നത്തെ ഗവൺമെൻറ് 45 കോടി രൂപ ചെലവഴിച്ച് 300 ചില്ലാൻ ഏക്കർ ഭൂമി ഏറ്റെടുത്ത് താൽക്കാലിക കെട്ടിടങ്ങൾ തുടങ്ങി, ക്ലാസ് തുടങ്ങി. അവിടെ നിന്ന് 1 ഇഞ്ച് ആ സ്ഥാപനം മുന്നോട്ട് പോയില്ല. ഒരു പുതിയ കല്ല് പുതിയ ആവശ്യത്തിന് വേണ്ടി തുടങ്ങിയില്ല. തൂതപ്പുഴയും വെള്ളിയാറും ഒഴുകുന്ന മണ്ഡലത്തിൽ കുടിവെള്ളത്തിന് ശാശ്വത പരിഹാരമാവാത്ത 3 പഞ്ചായത്തുകളുണ്ട്. മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറുമായിരുന്ന വള്ളുവനാട് വികസന അതോറിറ്റിയെപ്പറ്റി കേൾക്കാനേയില്ല. പെരിന്തൽമണ്ണ നഗരത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും വികസനത്തിന് വേണ്ടി പ്രഖ്യാപിച്ചതാണ് വള്ളുവനാട് വികസന അതോറിറ്റി. അത് അങ്ങാടിയിൽ സ്ഥാപിച്ച ഏതാനും പൂച്ചെടികളുടെ രൂപത്തിൽ നിൽക്കുകയാണ്. പെരിന്തൽമണ്ണയിലെ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായി ഉയർത്തിയത് വികസന നേട്ടമായി കണക്കാക്കുന്നു. മന്ത്രിയായിരുന്നിട്ടും മണ്ഡലത്തിൽ തിളങ്ങാനായില്ലെന്ന പരാതിയും പെരിന്തൽമണ്ണയിലെ മുസ്ലിം ലീഗിനകത്ത് പോരും മഞ്ഞളാംകുഴി അലിയുടെ വ്യക്തിപ്രഭാവം കെടുത്തിക്കളഞ്ഞോ എന്നതിൻ്റെ കൂടി ഫലമറിയാം വരുന്ന തെരഞ്ഞെടുപ്പിൽ.
പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിന്റെ വികസന ചിത്രം അത് മഞ്ഞളാംകുഴി അലിയിലൂടെയും അതിനെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷവും നിലപാടെടുക്കുമ്പോൾ ചരിത്രപരവും കണക്കുകളും ഏതു തരത്തിലാണ് പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ 2016 പ്രാവർത്തികമാവുക? KT സ്വാലിഹിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതിന്റെ ശക്തി പ്രകടനമായിരുന്നു പെരിന്തൽമണ്ണയിൽ. മണ്ഡലത്തിന്റെ 2/3 ഭാഗവും UDF-ന് കൈവിട്ടു. 7800 വോട്ടിന്റെ മേൽക്കൈയും ഇടതിനുണ്ട്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പും അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പും വരുമ്പോൾ ഈ കണക്കുകൾ 2016 പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് ഏതു തരത്തിലാകും പ്രാവർത്തികമാവുക? അതുതന്നെയാണ് കണക്കുകൂട്ടലുകളിൽ ഏറ്റവും പ്രാധാന്യവും. പെരിന്തൽമണ്ണ നഗരസഭയും 5 പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് മണ്ഡലം. നഗരസഭയിലും ഏലംകുളം, പുലാമന്തോൾ, മേലാറ്റൂർ പഞ്ചായത്തുകളിലും നിലവിൽ ഭരണം LDF-ന്. നഗരസഭയിൽ 34 വാർഡുകളിൽ 21-ലും LDF പ്രതിനിധി. ഒപ്പത്തിനൊപ്പം നിന്ന മേലാറ്റൂരിൽ നറുക്കു വീണത് ഇടതിന് തന്നെ. ആലിപ്പറമ്പ്, താഴക്കോട് പഞ്ചായത്തുകൾ UDF-നൊപ്പവും. കോൺഗ്രസും ലീഗും ചേരിതിരിഞ്ഞു നിൽക്കുന്ന വെട്ടത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസിന് പ്രസിഡന്റ് പദവിയും. ജില്ലാ പഞ്ചായത്തിലേക്ക് പോൾ ചെയ്ത വോട്ടിൽ താഴേക്കോടും ആലിപ്പറമ്പും വെട്ടത്തൂരും ലീഡ് UDF-നാണ്. എന്നാൽ മണ്ഡലത്തിലാകെ 7800 വോട്ടിന് ഇടതുപക്ഷം മുന്നിട്ട് നിൽക്കുന്നു. നാലകത്ത് സൂപ്പിക്ക് വേരുള്ള പെരിന്തൽമണ്ണ ഘടകം മഞ്ഞളാംകുഴി അലിക്കെതിരെ പരസ്യമായി ഇറങ്ങുന്നത് ലീഗിന് തലവേദനയാവും. അലി മണ്ഡലം മാറാൻ നേതൃത്വത്തെ സമീപിച്ചു കഴിഞ്ഞു. 2006 മുസ്ലിം ലീഗ് മലപ്പുറം സെക്രട്ടറി ഹമീദ് മാസ്റ്ററെ തോൽപ്പിച്ചത് സൂപ്പിയാണെന്ന് അലിക്കും ലീഗ് നേതൃത്വത്തിനും അറിയാം. മണ്ഡലത്തിൽ നിർണായക കരുത്തുള്ള സമസ്ത EK വിഭാഗം നാലകത്ത് സൂപ്പിയുടെ അണികളായാണ് വിലയിരുത്തുന്നത്. BJP-ക്കും SDPI-ക്കും പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ഇതുവരെ ഇടം കിട്ടിയിട്ടില്ല. SNDP-ക്ക് വേരോട്ടമുള്ള പഞ്ചായത്തുകൾ ഇടതിനൊപ്പം നിൽക്കുന്നു. പ്രാദേശിക നേതാക്കളെ വെല്ലുവിളിച്ച് മണ്ഡലം നിലനിർത്താനാവില്ലെന്ന് മുസ്ലിം ലീഗിന് ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇടതു മേധാവിത്വം ചെറുക്കാൻ എന്തടവാണ് പയറ്റേണ്ടതെന്ന ചോദ്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. ദേശീയമായ കണക്കുകൂട്ടലുകൾ, അതോടൊപ്പം തന്നെ പോയകാല തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളും. ആ കണക്കുകളിൽ നിന്നുകൊണ്ട് പെരിന്തൽമണ്ണയുടെ ചരിത്രത്തിലേക്ക് പോയാൽ KT സ്വാലിഹിലേക്ക്. ശക്തമായ ഇടതു പാരമ്പര്യമുള്ള മണ്ഡലത്തിൽ നാട്ടിലെ കരുത്തരായ നാലകത്ത് സൂപ്പിയുടെയും മഞ്ഞളാംകുഴി അലിയുടെയും വ്യക്തിപ്രഭാവമായിരുന്നു പലപ്പോഴും UDF-ന് അനുകൂലമായിരുന്നത്. സഖാവ് EMS-ഉം EP ഗോപാലനും പൊരുതിയ പെരിന്തൽമണ്ണയിൽ 3 പതിറ്റാണ്ടോളം ഇടതു പ്രതിനിധിയായിരുന്നു നിയമസഭയിലെത്തിയത്. തെരഞ്ഞെടുപ്പിലും വികസനത്തിൻ്റെതായ ചിത്രം, അതോടൊപ്പം തന്നെ പോയകാല തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൂട്ടലുകൾ അത് അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ ചരിത്രവും വിവരിക്കുമ്പോഴാണ് വരും കാല തെരഞ്ഞെടുപ്പുകളെ ഓരോ മണ്ഡലവും വ്യത്യസ്തമാക്കുന്നതും പ്രാധാന്യത്തോടെ ഓരോ പാർട്ടികളെയും മുന്നണികളെയും സ്ഥാനാർത്ഥികളെയും മുന്നോട്ട് നയിക്കുന്നതും. ആ സ്ഥിതിവിശേഷം തന്നെയാണ് പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തെയും ഇക്കുറിയും ശ്രദ്ധേയമാക്കുക. മലബാറിലെ ക്ഷേത്രനഗരി എന്നാണ് പെരിന്തൽമണ്ണയുടെ പേര്. ഭക്തകവി പൂന്താനത്തിൻ്റെയും സഖാവ് EMS-ൻ്റെയും നാട്. 1957 മുതൽ 70 വരെ ചെങ്കൊടിക്ക് കീഴിലായിരുന്നു പെരിന്തൽമണ്ണ. 57-ൽ സഖാവ് ഗോവിന്ദൻ നമ്പ്യാർ കോൺഗ്രസിലെ ചെറുകാടിൽ കരുണാകരനെ വീഴ്ത്തിയതോടെ ആരംഭിക്കുന്നു ആ ചുവന്ന ചരിത്രം. 1960-ൽ സഖാവ് EP ഗോപാലനും 65-ൽ C കോയയും ഇടത് പ്രതിനിധിയായി. 1967-ൽ കോൺഗ്രസിലെ PM സാദിഖ് മൗലവിയെ തോൽപ്പിച്ചത് പാലോളി മുഹമ്മദ് കുട്ടി, അതും 16,772 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. 70-ൽ പെരിന്തൽമണ്ണയിൽ വലതുമുന്നണിക്ക് വേണ്ടി മുസ്ലിം ലീഗ് കളത്തിലിറങ്ങിയതോടെ കാറ്റ് മാറി വീശാൻ തുടങ്ങി. ചരിത്രത്തിൽ ആദ്യമായി KKS തങ്ങളിലൂടെ മുസ്ലിം ലീഗിന്റെ ഹരിത പതാക പാറി. തോറ്റത് കരുത്തനായ സഖാവ് ഇമ്പിച്ചി ബാവ. 77-ൽ തങ്ങൾ പാലോളി മുഹമ്മദ് കുട്ടിയെ തോൽപ്പിച്ച് വിജയം ആവർത്തിച്ചു. 1980 മുതൽ നാലകത്ത് സൂപ്പിയുടെ കാലമായിരുന്നു. 80, 82, 87, 91, 96, 2001 തെരഞ്ഞെടുപ്പുകളിൽ സൂപ്പി നിയമസഭയിലെത്തി. തുടർച്ചയായ 26 വർഷം. 2006-ൽ ലീഗ് ഹമീദ് മാസ്റ്ററെ മാറ്റി പരീക്ഷിച്ചെങ്കിലും ഫലം കണ്ടില്ല. 14,003 വോട്ടിന് CPM-ലെ V ശശികുമാർ വിജയിച്ചു. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ 2011-ൽ ശശികുമാറിന് പക്ഷേ മഞ്ഞളാംകുഴി അലിയുടെ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ കരകയറാനായില്ല. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലവും അടിയുറപ്പുള്ള ഇടതു പാരമ്പര്യവും LDF-ന് നല്ല പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ കോതമംഗലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും സമീർ C വഴങ്ങോട് ചേരുന്നതിന് മുമ്പ് 2011-ൽ കോതമംഗലം നിയമസഭാ മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ട് 1,07,437. പോളിംഗ് ശതമാനം 74.53.
74.53% പോളിംഗ് രേഖപ്പെടുത്തിയ 2011 കോതമംഗലം നിയമസഭാ മണ്ഡലത്തിൽ വിജയിയായത് TU കുരുവിളയാണ്. TU കുരുവിളയുടെ ഭൂരിപക്ഷം 12,222. TU കുരുവിള നേടിയ വോട്ട് 52,924. TU കുരുവിളയെ കൂടാതെ 2011 കോതമംഗലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച പ്രമുഖർ സ്കറിയ തോമസ് 40,702 വോട്ട് നേടിയപ്പോൾ BJP 5,769 വോട്ട് സ്വന്തമാക്കിയിരുന്നു. SDPI 4,691 വോട്ടും 2011 ഈ മണ്ഡലത്തിൽ നിന്നും സ്വന്തമാക്കി. ഈ പ്രമുഖരുടെയൊക്കെ വോട്ടിംഗ് ശതമാനം കണക്കാക്കുകയാണെങ്കിൽ TU കുരുവിള 49.26% വോട്ട് നേടിയപ്പോൾ 37.88% സ്കറിയ തോമസിൻ്റേത്. SDPI 4.37% വോട്ട് നേടിയപ്പോൾ K രാധാകൃഷ്ണനിലൂടെ BJP 5.37% വോട്ടും സ്വന്തമാക്കി. കോതമംഗലം നിയമസഭാ മണ്ഡലത്തിന്റെ വിശേഷങ്ങളുമായി സമീർ C വഴങ്ങോൾ. നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന കോതമംഗലം മണ്ഡലത്തിലെ ജനങ്ങൾ തങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നാണ് UDFന്റെ അവകാശവാദം. എന്നാൽ ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസം അടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്തത് ഇത്തവണ UDFന് തിരിച്ചടിയുണ്ടാക്കും എന്ന് ഇടതുപക്ഷവും പ്രതീക്ഷിക്കുന്നു. വികസനത്തിന്റെ ഈ വിലയിരുത്തൽ കോതമംഗലം നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏതു തരത്തിലായിരിക്കും പ്രാവർത്തികമാവുക? അതാണ് കണക്കുകൂട്ടലുകളിൽ കോതമംഗലം നിയമസഭാ മണ്ഡലത്തിൽ ഓരോ മുന്നണികളും സജീവ സാന്നിധ്യവും ശ്രദ്ധേയമാവുന്നു. സ്വന്തമായൊരു വീട് എന്ന ആദിവാസി കുടുംബങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഭൂമിക്കും വീടിനും വേണ്ടിയുള്ള സമരങ്ങൾ ഇപ്പോഴും കോതമംഗലം നിയമസഭാ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ തുടർന്നു വരികയാണ്. എന്നാൽ പുനരധിവാസം പൂർത്തീകരിക്കുമെന്നും മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുഖവിലക്കെടുക്കുന്ന ജനങ്ങൾ UDFനൊപ്പം നിൽക്കുമെന്നും MLA TU കുരുവിള ഉറച്ചു വിശ്വസിക്കുന്നു. കോതമംഗലം നിയമമണ്ഡലത്തിലെ 2 ടേൺ MLA ആയി ഞാൻ പ്രവർത്തിച്ചപ്പോൾ 1,226 കോടി രൂപയുടെ വികസനം നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാക്കനാട് തങ്ങളം റോഡ് 4 വരി പാതയാണ്. 4 വരി പാതയ്ക്ക് ഒരു ഭാഗം തീരുകയും ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 29 കോടി രൂപയും കൂടി അതിനു വേണ്ടി അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. കോതമംഗലത്തെ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി 6 കോടി രൂപയുടെ വികസനം നടന്നിട്ടുണ്ട്. PHC സെൻ്ററുകൾ തുടങ്ങുവാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ പഞ്ചായത്തുകളിലും. ചേലാട് പോളിടെക്നിക് സ്റ്റേഡിയം 5.89 കോടി രൂപയ്ക്ക് അനുവദിക്കുന്നതിനും പുറമെ അതിൻ്റെ പണിതിന് പുറമെ ഇപ്പോൾ 3 കോടി രൂപ സിന്തറ്റിക് ട്രാക്ടറിന് അനുവാദം കിട്ടിയിട്ടുണ്ട്. കോതമംഗലത്തിൻ്റെ പടിഞ്ഞാററ്റം തൊട്ട് കിഴക്കറ്റം വരെയുള്ള ഹിൽ ഹൈവേയുടെ റോഡ് പണി തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പുറമെ 4 കോടിയും 5 കോടിയും കൂടി അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിയമമണ്ഡലത്തിലെ റോഡുകളെല്ലാം ഉയർന്ന നിലവാരത്തിൽ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പൂത്താങ്കെട്ട് ചെറുകിട ജലവൈദ്യുതി പദ്ധതിക്കായി 231 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനത്തിൻ്റെ നടന്നു വരുന്നു. ഇതിൻ്റെ ആരംഭമായി അതിൻ്റെ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. പന്തപ്പാറ ആദിവാസികൾക്ക് സ്ഥലം അളന്നു തിരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. പ്ലാന്റേഷനിൽ താമസിക്കുന്നവർക്കും ഉടനെ തന്നെ അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഏതാണ്ട് പൂർത്തീകരണമാകും. അതേസമയം 2006 കേരള കോൺഗ്രസ് ഇടതിനൊപ്പമായിരുന്നപ്പോൾ ചെയ്തതിന്റെ പകുതി പോലും വികസന പ്രവർത്തനങ്ങൾ MLA നടപ്പാക്കിയിട്ടില്ല എന്നാണ് CPIM കോതമംഗലം ഏരിയ സെക്രട്ടറി R അനിൽകുമാർ വിമർശിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലയളവിൽ ആരംഭിച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച കൊണ്ടുവരാൻ പോലും അദ്ദേഹത്തിനായില്ല എന്നുള്ളതാണ് വസ്തുത. അതിന് നിരവധി ഉദാഹരണങ്ങൾ കോതമംഗലം പട്ടണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇപ്പോൾ കോതമംഗലം ടൗണിനെ എറണാകുളം നഗരത്തിൻ്റെ ഉപഗ്രഹ നഗരമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇടപെടലാണ് കോതമംഗലത്ത് നിന്ന് തങ്കളത്ത് നിന്ന് ആരംഭിച്ച് കാക്കനാട്ടേക്കുള്ള 4 വരിപ്പാത. ആ 4 വരിപ്പാതയുടെ പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ തുടങ്ങി വയ്ക്കുകയും ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരത്തോളം വഴിയുടെ പണി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. പുതിയ MLA എന്നുള്ള നിലയിൽ UDFൻ്റെ MLA ആയി TU കുരുവിള 2ാം ഘട്ടം ജയിച്ചു. അതിനുശേഷം 1 ഇഞ്ച് ആ വഴിയുടെ പണി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ കഴിഞ്ഞ 4 കൊല്ലമായി? മറുപടി പറയണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആ വഴിക്ക് ഞങ്ങൾ ഇത്ര കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്ന വർത്തമാനം പറച്ചിലല്ല, മറിച്ച്
ഞങ്ങൾ 4.5 കൊല്ലക്കാലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലയളവിൽ ഞാൻ MLA ആയതിനു ശേഷം തുടങ്ങിവെച്ച വികസന പ്രവർത്തനം എന്നുള്ള നിലയിൽ അതിൻ്റെ തുടർച്ച നടപ്പാക്കാൻ എനിക്കായി എന്ന് പറയാൻ ഈ അവസരത്തിൽ എന്തുകൊണ്ട് MLAക്ക് കഴിയുന്നില്ല? അതുതന്നെയാണ് കോതമംഗലം ടൗണിൻ്റെ ഗതാഗത പരിഷ്കാരങ്ങൾ നല്ലവണ്ണം നടപ്പാക്കാൻ കഴിയണമെങ്കിൽ കോതമംഗലം ടൗണിന് ചുറ്റുമായി റോഡുകൾ വരേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇടതുമുന്നണിയുടെ കാലയളവിൽ കൊണ്ടുവന്നിട്ടുള്ള റിംഗ് റോഡ് തങ്കളത്ത് നിന്ന് തന്നെ ആരംഭിച്ച് കോതമംഗലത്ത് മുനിസിപ്പൽ പാർക്കിന് സമീപം അവസാനിക്കേണ്ട റിംഗ് റോഡ്, ആ റിംഗ് റോഡിൻ്റെ പണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലയളവിൽ ആരംഭിച്ച് കോതമംഗലത്ത് കലാ ഓഡിറ്റോറിയത്തിന് ഇപ്പുറേ കുരൂർ തോടിന് കുറുകെ വലിയൊരു പാലവും പണിത് ആ റോഡിൻ്റെ പണി തുടങ്ങി വെച്ചതാണ്. എന്നാൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മാറി, പിന്നെ 1 ഇഞ്ച് പോലും ആ വഴിയുടെ പണി തുടങ്ങി വയ്ക്കാൻ അദ്ദേഹത്തിനായിട്ടില്ല. കോതമംഗലത്തെ 2 സ്കൂളുകൾ, പ്രബലമായിട്ട് 2 സ്കൂളുകളാണ് സെൻറ്റ് ജോർജും അതോടൊപ്പം തന്നെ മാർബേസിലും. ആ 2 സ്കൂളുകളുടെ സ്പോർട്സ് വികസനത്തിന് വേണ്ടി 55 ലക്ഷം രൂപ വീതം ഓരോ സ്കൂളിനും കൊടുത്തുകൊണ്ട് 1,10,00,000 രൂപ അനുവദിച്ചു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. എന്നാൽ ഈ കഴിഞ്ഞ 4.5 കൊല്ലക്കാലം കൊണ്ട് ഒരു നയാ പൈസ ഈ സ്കൂളുകൾക്ക് ഏതെങ്കിലും, മാതിരപ്പള്ളി ഗവൺമെൻറ് ഹൈസ്കൂളും സ്പോർട്സ് രംഗത്തേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. കോതമംഗലം MA കോളേജ് സ്പോർട്സിൻ്റെ ഒരു കേന്ദ്രമാണ്. ഇതിന് ഏതിനെങ്കിലും ഒരു നയാ പൈസ എന്തെങ്കിലും ഒരു സംഗതി വാങ്ങാൻ, ഒരു പന്ത് മേടിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ വേണ്ട ഒരു ഓടുന്ന കുട്ടികളുടെ കാലിലിടാനുള്ള ഒരു ബൂട്ട് വാങ്ങി കൊടുക്കാനുള്ള പൈസ കൊടുക്കാൻ ഈ ഗവൺമെൻറ്റിനായിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. ഭൂതത്താൻകെട്ടിലെ ടൂറിസം വികസനങ്ങൾ, വിവിധ പഞ്ചായത്തുകളിലുള്ള കുടിവെള്ള പ്രശ്നങ്ങൾ, താലൂക്ക് ആശുപത്രിയുടെ വികസനം തുടങ്ങി ഒരുപിടി ആവശ്യങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പിലും മണ്ഡലത്തിൽ ഉയർന്നു വരുന്നത്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഒരു മുന്നണിയിലും വ്യക്തമായ ധാരണയായിട്ടില്ല. എങ്കിലും വിജയപ്രതീക്ഷയുമായി അടിത്തട്ട് മുതലുള്ള പ്രവർത്തനങ്ങളിലാണ് മുന്നണികൾ. വികസനത്തിന്റെ ചിത്രം വരച്ചുകാട്ടി കോതമംഗലം നിയമസഭാ മണ്ഡലത്തിൽ പാർട്ടികളും മുന്നണികളും വളരെ സജീവമാകുമ്പോൾ കോതമംഗലം നിയമസഭാ മണ്ഡലത്തിന്റെ പോയകാല ചിത്രം പ്രാധാന്യത്തിലേക്ക് എത്തും. സമീർ സി വഴങ്ങോടിലേക്ക്. UDFന്റെ ഭാഗമായ കേരള കോൺഗ്രസിന് ആധിപത്യമുള്ള മണ്ഡലമാണ് കോതമംഗലം. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലുണ്ടായ മുന്നേറ്റം ഇടതുപക്ഷത്തിനും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. ഈ പ്രതീക്ഷകൾ പ്രചരണ രംഗത്ത് വളരെ സജീവമാകുമ്പോഴാണ് കോതമംഗലം നിയമസഭാ മണ്ഡലത്തിന്റെ ഫലം സംബന്ധിച്ച് ഏറ്റവും തർക്കവും അതോടൊപ്പം തന്നെ അവകാശവാദവും ഉണ്ടാവുക. ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ ചരിത്ര പശ്ചാത്തലം തന്നെയാണ് ഏതൊരു മണ്ഡലത്തെ പോലെയും കോതമംഗലം നിയമസഭാ മണ്ഡലത്തെയും പ്രത്യേകതയും വ്യത്യസ്തവുമാക്കുന്നത്. ഒരു മുനിസിപ്പാലിറ്റിയും 8 ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് കോതമംഗലം നിയമസഭാ മണ്ഡലം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം UDFനൊപ്പമായിരുന്നു. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി TU കുരുവിള 12,222 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. കുരുവിളയ്ക്ക് 52,924 വോട്ട് നേടാൻ കഴിഞ്ഞപ്പോൾ മുഖ്യ എതിരാളി ഇടത് സ്വതന്ത്രൻ സ്കറിയ തോമസ് 40,702 വോട്ട് സ്വന്തമാക്കി. BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K രാധാകൃഷ്ണൻ 5,769 വോട്ടും SDPI സ്ഥാനാർത്ഥി ഷൈൻ മുഹമ്മദ് 4,691 വോട്ടും നേടി. ആകെ 1,44,146 വോട്ടർമാരിൽ 1,06,848 പേരാണ് പോൾ ചെയ്തത്. 2 തവണ മാത്രമാണ് മണ്ഡലം ഇടതിനൊപ്പം നിന്നിട്ടുള്ളത്. 1967-ൽ CPIMന്റെ TM മൊയ്തീന് ശേഷം 2006-ൽ TU കുരുവിളയും ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തി. അന്ന് കുരുവിളയുടെ പാർട്ടി ഇടതു മുന്നണിക്കൊപ്പമായിരുന്നു. പിന്നീട് കേരള കോൺഗ്രസ് മുന്നണി മാറിയതോടെ UDFൽ നിന്നാണ് കുരുവിള വീണ്ടും നിയമസഭയിലെത്തിയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. മണ്ഡലത്തിൽ ഉൾപ്പെട്ട 8 പഞ്ചായത്തുകളിൽ 4 UDFൽ നിന്ന് തിരിച്ചുപിടിച്ചതിനൊപ്പം കോതമംഗലം മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തും ഇടതുപക്ഷം വിജയിച്ചു. കൂടാതെ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലുമുണ്ടായ ലീഡ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ലീഡിനേക്കാൾ മുകളിലാണ് എന്നതും ഇടതിന്റെ പ്രതീക്ഷകൾക്ക് കാരണമാകുന്നു. എന്നാൽ കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതിന് സഹായകമായത് എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാകില്ലെന്നും അതിനാൽ വിജയം ആവർത്തിക്കുമെന്നും വലതുപക്ഷവും കണക്കുകൂട്ടുന്നു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് നാളെ തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്ത് സമാപനമാകും. സീതാറാം യെച്ചൂരി റാലി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. അതിനുശേഷം CPIM LDF തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കും. ഓരോ ദിവസത്തെയും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി സഭ പിടിക്കാൻ ഇനി മറ്റന്നാൾ ഇതേ സമയം.